അല്ലടോ എന്നതിന്റെ പരിപാടി പൈസ തരുന്ന പരിപാടി ഇല്ലേ? എന്റെ അച്ഛൻ വിഷം കുടിച്ച് മരിച്ചിട്ട് മറ്റൊന്ന് അനക്കറിയണ്ട. നിനക്ക് നാണവും ഉരിമയുണ്ടാ? ഇതെന്ത് പറഞ്ഞിട്ട് നീ മരം പോലെ നീ പൈസ ഒന്ന് തീരുമാനാക്ക്. ഒരു പണിക്കും പോകാണ്ട് ഇവിടെ ഇങ്ങനെ 24 മണിക്കൂർ നിൽക്കുമല്ലോ വേണ്ട. ഞാൻ പിന്നെ എന്റെ വീട്ടിലേക്ക് വരുന്ന കണ്ടീഷൻ ആക്കണ്ട. അതിന്റെ അമ്മയിലും ഇല്ലല്ലേ? ആടെ തന്നെ വന്നിട്ട് എന്റെ തനി സുഖം നീ എടുക്കാൻ നിൽക്കണ്ട. അതുകൊണ്ട് നീ എന്താ വെച്ചാല് എത്രയും പെട്ടെന്ന് തീരുമാനിക്കേ. ഇനി പിന്നെ എനിക്കോ ഡേറ്റോ കാര്യമൊന്നുമില്ല. കാരണം വെച്ചാല് വീട്ടിൽ വന്നു കഴിഞ്ഞാല് അതെന്നേരം അറിഞ്ഞേക്ക് കാണിച്ചു തരാം. നാളെ ഒന്നും കൊത്തുന്നില്ലല്ലോ അല്ലെ? ഡ്യൂട്ടിയായിട്ടാ നിങ്ങളെ ശത്രു വരുന്ന? ദൈവമേ, ഇവനോ? എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഇതേപോലെ. വല്യമ്മടെ മോനോ നേമടെ മോനോ ആരെങ്കിലും ആയിട്ട് പഠിപ്പിച്ചായിട്ടുള്ള ഒരു തെണ്ടി. പിന്നെ എന്റെ ജോലിയില്ല. എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC പഠിക്കുന്നു, റാങ്ക് ലിസ്റ്റിലുണ്ട്. നമ്മളെ പറയിപ്പിക്കാൻ വേണ്ടി മൈൻഡ് ആക്കണ്ടേ? അല്ലടാ, എനിക്ക് പണിക്ക് പോയിക്കൂടെ? ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് വരുന്നത്. പ്രളയം പറഞ്ഞ ചക്കര എപ്പോ നോക്കി തോട്ടൊക്കെ കാര്യം ചൂണ്ടിയെടുത്ത് നോക്കാന്നാ അവര് പറയും. പണിക്കും പോവില്ല, അച്ഛനുണ്ടായൊക്കെ കാണാതെ. പക്ഷെ എനിക്ക് വീട്ടിൽ കൂടെ എന്തെങ്കിലും ഒരു പണിക്കോ എന്നെ നാട് വിട്ടിട്ട് എവിടെയെങ്കിലും പോറേക്ക് പിള്ളേര് നാശാക്കി പോടാ പിള്ളേര് എന്നെ പോയ എന്ന് ചെയ്യാനപ്പോ കുടുംബത്തിനോട് നീ ഉണ്ടായിപ്പോയി. പ്രളയം പറഞ്ഞ നാട് വിട്ടു പോയിക്കൂടെ? പറയിപ്പിക്കും. എടാ നിങ്ങള് പോവല്ലേ? ഇവന് ഈ പഠിപ്പിച്ച് വേണ്ടിക്ക് ഞാൻ ഈ നാട് വിടുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇവനൊരു പണി കൊടുത്തിട്ട് ഞാൻ അവിടെ ഒന്ന് പോകുന്നു. നിങ്ങൾ പോണ്ട. എടാ, ഞാൻ കോച്ചിങ്ങിന്റെ ഞാനേറ്റ് അത് നീ അതിനെ കൊണ്ട് ബുദ്ധിമുട്ടണ്ട. ഏതായാലും നാട് വിടുക. ആ തെണ്ടിക്ക് ഒരു പണി കൊടുത്തിട്ട് വിടുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ. PSC തെണ്ടി. നീ കുട്ടികൾക്ക് വേണ്ടിയുള്ള പരിപാടി ഇല്ലേ, നമ്മുടെ ഓണത്തിന്റെ പരിപാടിയല്ലേ? അപ്പൊ അവരെ കോച്ചിങ് കാര്യങ്ങളെല്ലാം ഞാനേറ്റ് നീ അവരെ സെറ്റാക്കി. ഒരു മിനിറ്റ്. ഇതിനല്ലേ വന്നത്? ഞാൻ ഇതിന് മാത്രമൊന്നല്ല വന്ന്, ഞാൻ എന്നെ കാണാനും കൂടി വന്ന്. വാ നമുക്ക് കറങ്ങാൻ പോലോ. ഞാൻ എനിക്ക് ഇറങ്ങാനും ഒന്നിനുമില്ല. ഇതെന്റെ ലാസ്റ്റ് പൈസ എടുത്തോ. എന്റെ കല്യാണം ഉറപ്പിച്ചു, അത് പറയാനാ ഇപ്പൊ വന്നത്.